Hello guys. മിന്തി ഉണ്ടാക്കാൻ പോകും. മിന്തി അലക്സാണ്ടറും വൈഫിനും നമ്മള് തേങ്ങ വരും. അപ്പോൾ ഒന്ന് സൺഡേ ഫണ്ടേ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മന്തി സാധനങ്ങൾ പഠിക്കാൻ പോകും. മസാല, കുക്കുംബർ, തൈര്, we got ourselves some basmati rice, some fresh chicken, some bell pepper, some green chilies. Yeah. Okay. രണ്ട് സ്ക്രീൻ ഉണ്ട് അല്ലേ? 15, 20, 1 മണിക്കൂറിൽ ചിക്കൻ റെഡിയാവും. ഓക്കെ, 1 മണിക്കൂർ കട്ടിങ്. എന്താണ് 1 മണിക്കൂർ കട്ടിങ് അല്ല, 1 മണിക്കൂറിൽ മന്തി റെഡിയാവും. ഓ മൈ ഗാഡ്, ഹോട്ടലിൽ പോലും കിട്ടില്ല ഇങ്ങനെ ഷെഫിനെ. Never ever. One and only കുക്കു. സാബോള വേണ്ട. വർക്ക് ഉണ്ടല്ലേ? പറ്റി വർക്ക് ചെയ്യണോ? എന്താ ഒരു പ്രശ്നമാണ് കേട്ടോ. ചുട്ട് ചോര വരുന്നു മുറിക്കുമ്പോ. ഇപ്പൊ പിടിച്ച കോഴിയാണ്. ഫാമിൽ നിന്ന് ഇപ്പൊ പിടിച്ച കോഴിയാണ്. കുറച്ചേരായി. ജീവണ്ട ജീവ ചോര കണ്ടില്ലേ? ജസ്റ്റ് മിസ് ഇല്ലേ? ഹാർട്ടൊക്കെ പോയി. ഹാർട്ടാവും കോഴിയാണ്. മന്തിക്കുള്ള കോഴി ഇങ്ങനെ കട്ടിയണ 4 പേരുള്ളൂ. കഴുകിട നോക്കി ഒരു നശിപ്പിക്കും. നന്നായി കഴുകണേ. ചിക്കൻ മസാല ഒക്കെ ഇട്ട് നമ്മള് ചിക്കനൊക്കെ അത് മന്തിക്കുള്ള ക്യാമറ വെള്ളം Chicken is almost set. നമ്മൾ റൈസ് ഇടാൻ പോകും. ഹായ് ഗൈസ്, അങ്ങനെ മന്തി റൈസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം അളന്നൊഴിക്കണം. 1 2 3 4 5 4 ഗ്ലാസ് വെള്ളമാണ്. 2 ഗ്ലാസ് അരിക്ക് ഒഴിക്കണ്ടേ? 2 ഗ്ലാസ് അരിക്കാ? 3 ഗ്ലാസ് അരിക്ക്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം. ഉപ്പ് ഇനി എത്ര മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം? 3 വിസിലടിച്ച് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ. അതെ ഗൈസ്, ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ.
ഇത് മാറി കുറച്ച് കൂടാതെ ഉപ്പിട്ടോ ready boom bang അങ്ങനെ ഇനി 3 വിസിലിനുള്ള കാത്തിരിപ്പാണ് കുപ്പിൻ്റെ. നീ നല്ല അടിയിൽ പോയിരിക്കാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ മയോണൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി എടുക്കുന്നു കുറച്ച് വെളുത്തുള്ളി നന്നായി ക്രഷ് ചെയ്യണം. എന്നിട്ട് കുറച്ച് മുട്ട ഒഴിക്കുക. നാടൻ മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. നാടൻ മയോണൈസ് ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. മുട്ട തലയില് വെച്ചിട്ട് പൊട്ടിച്ചാലോ? മുട്ട. യെസ്. കുപ്പ് എപ്പോഴും ഒരു അഡ്വഞ്ചർ ഷെഫാണ്. അതെ, തലയിൽ പൊട്ടിയ മുട്ട. വെളിച്ചെണ്ണ ചേർക്കില്ല മയോണൈസ്. ആ ചേർക്കൂന്ന് വെയിറ്റ് ചെയ്യേ. ദിസ് ഈസ് വെരി അൺഹെൽത്തി മയോണൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മന്തി കഴിക്കണമെങ്കിൽ മയോണൈസ് വേണം, അല്ലെങ്കിൽ മന്തി ഇറങ്ങില്ല. പിന്നെയും മിക്സി മയോണൈസ് റെഡി. ഒരു മിക്സി ഉണ്ടാക്കി വെച്ചാണത്. താഴേക്ക് വെച്ചിട്ട് അത് തിരിച്ചു വെച്ചിട്ട് അടിക്കുക. ഏതാവനത് കണ്ടുപിടിക്കാം. നമുക്ക് അടക്കറിയാണ്ട് ലീക്കായി എന്നൊക്കെ കമന്റ് വരട്ടാ. ഉപ്പുവോ ഡിസ്കൗണ്ട് ഉണ്ടാവുമ്പോൾ ലൈറ്റ് നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തതാണ്. എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും സെറ്റ് ചെയ്ത് കുപ്പുവിൻ്റെ ടെക്നിക്കുകളാണ്. കൺസിസ്റ്റൻസി ഈസ് ഓൾമോസ്റ്റ് റെഡി. കുറച്ചും കൂടി കളർ ഈസ് ഡിഫറെൻറ്റ്. കളറാ മഞ്ഞയുടെ നാടൻ മുട്ടയില്ല, നാടൻ മുട്ടയുടെ. അതാണ് കുപ്പ് എന്തുണ്ടാക്കുമ്പോൾ കുപ്പിൻ്റെ ഒരു സിഗ്നേച്ചർ ടച്ച് അതുണ്ടാവും അല്ല കുപ്പ്. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയിൽ ഉപ്പ് കൂടുതലിടുക. സംഭവം റെഡി ഉണ്ട്. റെഡിയായി മയോണൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നക്കി നോക്കുക. ഒരു വിരലിടുക, എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ ഇട്ടിട്ട് മധുരം പോരെ കുപ്പ് പോകും. മധുര പുളിയാ അത് പുളി വന്നിട്ടില്ല. കുറച്ച് പുളി പിഴിഞ്ഞ് വയ്ക്കേണ്ട വരും തോന്നുന്നുണ്ട്. കുപ്പു കുപ്പ് സെറ്റാക്കാന്ന് പറഞ്ഞത് കുറച്ചുകൂടി ഇത് തകിയോടാ ക്വാണ്ടിറ്റിയാ. നമ്മൾ രണ്ടല്ലേ കഴിക്കുള്ളൂ. മയോണൈസ് വേണോ? ആ വേണം. അപ്പൊ ആൾക്ക് വേണം. അപ്പൊ ആൾ തിന്നും. നമുക്കിനി മെബിനോട് ചോദിക്കാം. മെബിൻ ബ്രോ, മന്തി റെഡിയായോ? മന്തി റെഡിയാണോ? നിങ്ങൾക്ക് മയോണൈസ് താല്പര്യമുണ്ടോ? മയോണൈസ് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. കേരള ഗവൺമെന്റ് എതിരാണെങ്കിലും ഞാൻ കേരള ഗവൺമെന്റിനും എതിരാണ്. അനുകൂലിക്കുന്നു. അപ്പൊ മയോണൈസ് എല്ലാവർക്കും വേണം. കുപ്പു എടുക്ക്, വലിയ മിക്സി എടുക്ക്. കുപ്പു ആ മയോണൈസ് പോരാതെ വരും. അങ്ങനെ നമ്മൾ കുക്കർ ഓപ്പൺ ആക്കാൻ പോവാണ്. മന്തിയുടെ വിസിലൊക്കെ താനെ പോയി. മുകളിൽ രണ്ട് തട്ട് തട്ട്. അതാ ഇല്ലേറ്റ്. സെറ്റായിട്ടുണ്ട് നമ്മുടെ ഫുഡ്. അടി പോലും പിടിച്ചിട്ടില്ല.
എവിടാ നാലാമത്തെ കാല് അല്ല രണ്ടാമത്തെ കാല് 4 പീസ് ടിക്കറ്റല്ലേ ഉണ്ടാക്കിയ ദാ അല്ലടാ കഴുത്തോ അടുത്ത കടിയില്ല നമുക്ക് തക്കാളി വെച്ച് ഡിസൈൻ ചെയ്താലോ? കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി ഇത് ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടികളാണ്. ഉപ്പു തക്കാളി അവിടെ തക്കാളി അതിന് ടേസ്റ്റ് നോക്കി വെക്കുക. തീർച്ചയായിട്ടും മയോണൈസ് ടേസ്റ്റ് ചെയ്യാൻ ആ ഒരു എക്സ്പ്രഷൻ കാണണം. ഓ കുടിയില്ല ഉപ്പാ കൊള്ളു വീശരാ ഗാർലിക് അടിച്ചു ഉഷാറാട്ടെ. ചെക്കൻ ആ മറ്റേ മെസ്സി വരുന്ന പോലെ വാ കപ്പ് കൊണ്ട് മന്തി ആൻഡ് കപ്സ് ആർ റെഡി. തൈര് വന്നു മൈനസ് വന്നു മയോണൈസ് വന്നു, തൈര് വന്നു. ഇനി ഞങ്ങള് വന്നാണ്. ഇനി ഇത് കഴിക്കാനുള്ളവർ മാത്രം എത്താനുള്ള താമസം. അയ്യോ ഒരു പീസില്ലല്ലോ. പീസും കൊടുത്താണ്. അല്ല നിനക്ക് പീസില്ല. എനിക്ക് പീസ് ഉണ്ടത്. ഏത് കണ്ണു വെച്ചിട്ടുണ്ടാ? കുറച്ച് ചിക്കൻ മക്കളെ വിളിച്ചിട്ട് അവര് കൊടുക്ക്. നേരുള്ളത് പറഞ്ഞാൽ മതി. റൈസ് ഉണ്ടല്ലോ രക്ഷല്ല റൈസാ? ഇന്ത്യ വില കൂടിയ വില കൂടിയ അരി മേടിച്ചത് അല്ലാണ്ട് നിനക്കറിയാവോ? ഒട്ടി പിടിക്കുന്ന അരിയൊന്നുമല്ല. പക്ഷെ ഇത് പിടി- കൂടെ ഓഫ് ചെയ്ത്. സെറ്റല്ലേ? നീ വീഡിയോ എടുത്തോ. അప్పుడు പിന്നെയും പിന്നെയും തെളിയിച്ചു. കുപ്പ് ഒരു കലാകാരൻ തന്നെ. എന്തിരാ എന്തിര് ഓക്കേ സോ ഹായ് ഓക്കെ സോ ഇന്ന് ഞാൻ ട്രേഡിങ്ങിലുണ്ടായ ലോസസും കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യാൻ പറയാമെന്ന് വെച്ചു. ഇനി ചെയ്യണ ട്രേഡുകളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് അല്ല ഐ ബി പോസ്റ്റിംഗ് ഇറ്റ് ഓൺ യൂട്യൂബ്. ഓക്കെ സോ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത് 2019 ഏപ്രിലാണ്. ഇന്ത്യൻ സ്റ്റോക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്തിട്ട് വരുന്നത്. വലിയ കൺസിസ്റ്റൻ്റ് ഒന്നുമില്ല. അപ്പോൾ ചുമ്മാ നമ്മൾ ഗ്യാമ്പിൾ ചെയ്യണു, പൈസ ഉണ്ടാക്കുന്നു, പൈസ കളയണു, അങ്ങനെ വെറുതെ ഗ്യാമ്പിളിങ്. പിന്നെ വല്ല എനിക്ക് ഇൻട്രസ്റ്റ് കയറി. പിന്നെ ഇതിൻ്റെ പിന്നാലെ കുറേ നാൾ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഓരോന്ന് സെർച്ച് ലാസ്റ്റ് ഞാൻ ഫോറക്സിൽ ചാടി. പിന്നെ ബിനോമോ ലൈക്ക് ട്രേഡിംഗ് അല്ല എന്നാലും ബെറ്റിംഗ് ഗാംബ്ലിംഗ് അതിലേക്കൊക്കെ ചാടി. പിന്നെ മെല്ലെ ഫോറക്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 2 years പ്രോപ്പറായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എവറി ഡേ ചാർട്ട് നോക്കും. കൂടുതൽ കണ്ടന്റും കാര്യങ്ങളും, ടെക്നിക്കൽ കാര്യങ്ങൾ, ഫണ്ടമെന്റൽ. പിന്നെ ഇപ്പോൾ കൂടുതലും ഞാൻ നോക്കണം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഓക്കെ ഞാൻ ഏതിലാണ് ട്രേഡ് ചെയ്തത്, എന്തിലൊക്കെയാണ് ട്രേഡ് ചെയ്ത്, എവിടേക്കാണ് കളഞ്ഞത് എന്നൊക്കെ കാണിച്ചു തരാം. എപ്പോഴും പ്രോഫിറ്റബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ അല്ല. പക്ഷേ ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പ്രോപ്പർ റിസ്ക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല എപ്പോഴും ട്രേഡ് ചെയ്യണം. എന്നാൽ പോലും ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി പൈസ കളഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു കഴിഞ്ഞൊരു 2 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകളാണ്. ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫോമില് കുറെ ചെയ്തായിരുന്നു. അതിൽ ഏകദേശം $1555, ദാറ്റ് ഈസ് അറൗണ്ട് 1,32,000 രൂപ ഫണ്ടഡ് നെക്സ്റ്റിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തിൽ പോയി. പിന്നെ വരുന്നത് ഒട്ടെക്സ് ആണോ ബൈനറി ട്രേഡിങ്ങിൽ, അതിലും ഏകദേശം ഒരു 1 lakh അടുത്ത് ചെയ്ത് കളഞ്ഞു. പിന്നെ പോക്കറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 40,000. ഇപ്പോൾ 5% എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ഇപ്പോൾ 26,000 പോയി. 26,000 അക്കൗണ്ട് എടുത്തുണ്ട്. $39 എന്താ പറയുക തന്നെ 4 അക്കൗണ്ട്. ഞങ്ങളെ എടാ നിന്റെ സൗണ്ട് എനിക്ക് കേൾക്കില്ല.
ഇതിലേക്ക് പിടിക്കില്ല, മൈക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ കേൾക്കണോ? അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ മൈക്ക് ഫ്രണ്ടിലേക്ക് ഇല്ലടാ, ഇതിൽ സെറ്റ് ചെയ്തേക്കണാന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് കഴിയട്ടെ. ഓക്കെ, അതിലൊരു 26,000 അതില് പോയി. ഏയ്. പിന്നെ ഓക്കെ, അപ്പൊ ടോട്ടൽ ഏകദേശം ഇതാണ് എൻ്റെ ഏകദേശം നഷ്ടം. നഷ്ടത്തിലെ പ്രോഫിറ്റ്. ഏകദേശം പിന്നെയുള്ളത് സെറോദയുടെ അക്കൗണ്ടിലും ആദ്യത്തെ അക്കൗണ്ടുകളാണ്. അതില് ഇതിൽ നോക്കിയാൽ അതിൽ ഏകദേശം 27,000 ആണ് കളഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 2-3 years ഞാൻ ചെയ്തിട്ട് 27,000 ഞാൻ മൊത്തത്തിൽ കളഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ മൊത്തം ഈ ഒരു എമൗണ്ടാണ് ഞാൻ ഈ ഒരു 6 years ഞാൻ ഇതിൽ ഒരു കുറച്ചും കൂടി എമൗണ്ട് ഉണ്ടാകും. കാരണം അല്ലറ ചില്ലറയായിട്ട് പല അക്കൗണ്ടുകളും ട്രൈ ചെയ്യാൻ വേണ്ടി $10, $20 എന്നൊക്കെ വെച്ചിട്ട് ചെയ്തായിരുന്നു. അതിലൊന്നും ലൈക്ക് മേ ബി അറൗണ്ട് 10,000 20,000 ഡിഫറൻസ് എങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഏകദേശം 3.5 ആണ് എൻ്റെ നഷ്ടമായേക്കണേ ഈ ഒരു 6 years ഗ്യാപ്പിൽ. 6 years എന്താ ഇതിൽ ചാരിറ്റി ഉണ്ട്. എന്ത് ചാരിറ്റി? ഈ പോക്ക് കണ്ടിട്ടെങ്കിലും ചിലപ്പോ എന്റെ ഇത് ഓക്കെ, ഇപ്പത്തെ എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിച്ചു. ഓക്കെ, ഇപ്പോ മോസ്റ്റ്ലി ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഫണ്ടഡ് അക്കൗണ്ടിലാണ്. അതിൽ കാണാം 1 2 3 4 5 5 അക്കൗണ്ടുകൾ ഞാൻ ചെയ്തിട്ട് ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അക്കൗണ്ട് 10,000 അക്കൗണ്ട് പാസ്സായി. ഫസ്റ്റ് ഫേസ് പാസ്സായി, സെക്കൻഡ് ഫേസും പാസ്സായി. ഒരു തേർഡ് ഫേസ് എന്ന് ഉദ്ദേശിച്ച ട്രേഡിങ് അക്കൗണ്ട് കയ്യിൽ കിട്ടി. ഞാൻ ഒരു ഏകദേശം ഒരു $1,000 പ്രോഫിറ്റിലായിരുന്നു. ആ പ്രോഫിറ്റ് എടുത്ത് നിൽക്കുമ്പോൾ എനിക്കിതിൽ ഒരു വമ്പൻ ലോസ് ഉണ്ടായി. ഞാൻ എൻ്റെ അക്കൗണ്ട് കളഞ്ഞു. പ്രോഫിറ്റ് പേ ഔട്ട് പോലും എടുക്കാണ്ട് കടത്തിന്റെ കണക്ക് നിനക്ക് ഡെയിലി അറിയാൻ വേണ്ടി അല്ല, ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞ് നീ രക്ഷപ്പെടും. ആൾക്കാർ ചാരിറ്റിയില് ഇതാണ് ഞാൻ സത്യം പറയാം. എത്ര പ്രോഫിറ്റ് ഒന്നും ഇല്ല, നഷ്ടത്തിലാന്ന് പറഞ്ഞില്ലേ. ഹൈ കാണിക്കണ കംപ്ലീറ്റ് ഹൈ റിസ്ക് തന്നെ. എവിടെ ഹൈ റിസ്ക്? ഹൈ സ്റ്റേക്ക്. ഓക്കെ ഞാൻ സ്റ്റേക്ക് കൂട്ടി. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് 5Kയുടെ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിൽ പ്രോഫിറ്റ് ലോസ് ഒന്നുമില്ല. വേറൊരു സാധനം കാണിച്ചു തരാം. എൻ്റെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും വിൻ റേറ്റ് റേഷ്യോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാക്കണ്ട. വിൻ റേറ്റ് ഒക്കെ 73%. സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന വിൻ റേറ്റ് നോക്കി കഴിഞ്ഞാൽ 65, പിന്നെ 76, മോസ്റ്റ്ലി 80% ഒക്കെ വിൻ റേറ്റ് ഉണ്ട് ഒരു ട്രേഡിൽ. പക്ഷേ എൻ്റെ ലോസ് അടിക്കുമ്പോൾ ഐ ടേക്ക് ബിഗ് ലോസസ്. അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, എന്തെങ്കിലും നടക്കാം. ഓക്കെ, എന്നിട്ട് 5Kയുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. ഗിവിങ് മൈ സെൽഫ് എ മന്ത് പാസ് ദിസ് ചലഞ്ച്. അതാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വിശേഷമൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇരുന്ന് ഒരുത്താൻ ഫുഡ് അടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കി സാധനം കൂട്ടി കഴിച്ചു. അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും ട്രേഡ് അറിയില്ലെങ്കിലും. അങ്ങനെയാണെങ്കിലേ ട്രേഡിങ് ആൻഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചാനൽ തുടങ്ങിയാലോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇനി വേറെ പരിപാടി ഒന്നും ഇല്ല. എന്തെങ്കിലും ഫുഡില്ല അടുത്ത് ഫുഡ് ഞാൻ അങ്ങനെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് വേറെ ഉണ്ട്. ലൈക്ക് വ്ളോഗല്ല,
ഫുഡ് ബിസിനസ് ചത്തിട്ടില്ല, അതല്ല എടുത്താലോ. പരിപാടി എന്ത് പരിപാടി? എന്തോട്ട് മുഖത്തൊരു ചിരി അല്ല കിട്ടിയാ? എന്ത് പൈസ കിട്ടിയാ? പിന്നെ നിന്നല്ല റെക്കോർഡിൽ അപ്പൊ ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ ട്രേഡൊക്കെ എടുക്കുന്നത് കഴിച്ചു. നാളെ ട്രേഡൊക്കെ എടുക്കുന്നത് ബാക്കിയുള്ളതൊക്കെ തിന്നോ, നിനക്ക് വേണ്ടി വെച്ച തന്നെയാ. ഓക്കെ, ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നാളെ ട്രേഡ് അക്കൗണ്ടിൽ ഫണ്ടഡ് ചലഞ്ചിൽ ട്രേഡ് എടുക്കുന്നത് കാണാം. സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിച്ചു തരാം. ഓക്കെ, സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.